ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ചൗരി പായസം ഉണ്ടാക്കിയാലോ. ഇതിന് വേണ്ടി ആവശ്യമായിട്ടുള്ളത് 1 കപ്പ് ചൗരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് കഴുകി കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുതിരാൻ വെക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ചൗരി പെട്ടെന്ന് വെന്ത് കിട്ടുകയുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ വേണ്ടത് ശർക്കരപ്പാനിയാണ്. ഞാനിവിടെ 2 കപ്പ് ശർക്കരപ്പാനിയാണ് എടുത്തിരിക്കുന്നത്. അതായത് ചൗരി എടുത്ത പാത്രത്തിന് 2 കപ്പ് ശർക്കര എടുത്ത് ഉരുക്കി പാനിയാക്കി എടുത്തതാണ്. ഇനി നമുക്ക് പായസം വെച്ച് തുടങ്ങാം. അതിനായിട്ട് ചുവട് കട്ടിയുള്ളൊരു പാത്രം വെച്ച് ചൂടാക്കി അതിലേക്ക് നെയ്യ് ഒഴിച്ച് കുറച്ച് കിസ്മിസ് നന്നായിട്ട് വറുത്ത് കോരി എടുക്കണം. നല്ല ബ്രൗൺ നിറമാകുമ്പോൾ വറുത്ത് കോരി എടുക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ നമുക്ക് കാഷ്യൂനട്ടും ബദാമും കൂടി വറുത്തെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതിനുശേഷം ഇതേ പാനിൽ തന്നെ നമുക്ക് 3 കപ്പ് വെള്ളം ചേർക്കാവുന്നതാണ്. അതായത് ചൗരി എടുത്തു വെച്ച കപ്പിൻ്റെ അളവിന് 3 കപ്പ് വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചിരിക്കുന്നത്. ഞാനിവിടെ 3 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ തിളയ്ക്കണം. അതിനുശേഷം മാത്രമേ നമുക്കിതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന ചൗരി ചേർക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഏകദേശം വെള്ളത്തിന് തിള വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഈ കുതിർത്ത് വെച്ചിരിക്കുന്ന 1 കപ്പ് അളവിലുള്ള ചൗരി ചേർത്ത് നല്ലതുപോലെ വേവിക്കണം. നന്നായി ഇളക്കിയതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് വേവിക്കാവുന്നതാണ്. ഈ സമയത്ത് വേണമെങ്കിൽ 1 നുള്ളി ഉപ്പ് ഇടാവുന്നതാണ്. ഞാനിവിടെ ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ 1 നുള്ളി ഉപ്പ് ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി ചെറിയ തീയിൽ വേണം, അതായത് മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് വേവിക്കാനായിട്ട്. ഞാനിവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. അടിക്ക് പിടിക്കാതിരിക്കാൻ ഇത് നന്നായിട്ടൊന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. എങ്കിൽ മാത്രമേ നമുക്കിത് നല്ല രീതിയിൽ കുക്ക് ചെയ്തെടുക്കാൻ പറ്റുകയുള്ളൂ. ഇത് നല്ല രീതിയിൽ വെന്ത് വരുന്നത് എപ്പോഴെന്ന് വെച്ചാൽ നല്ല ഗ്ലാസ് പരുവത്തിലാകും, അതായത് നല്ല ട്രാൻസ്പെറൻറ്റ് പരുവത്തിലാകുന്നത് വരെ ഇതിനെ വേവിച്ചെടുക്കേണ്ടതാണ്. ഇപ്പോൾ ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കേണ്ടതാണ്. ചൗരിയും ശർക്കര പാനിയും ഏകദേശം മിക്സായി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് പായസത്തിന് നല്ലൊരു ടേസ്റ്റ് നൽകുന്നതാണ്. ശർക്കരപ്പാനിയും ചൗരിയും നന്നായി തിളച്ചു കുറുകി വന്നാൽ ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന പാല് ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ ഒഴിച്ച ഈ പാലും ശർക്കരപ്പാനിയും ചൗരിയും ചേർന്ന മിശ്രിതവും നല്ലതുപോലെ വെന്ത് യോജിച്ച് വരണം. നല്ല കുറുകിയ പരുവത്തിലാകുമ്പോഴാണ് നമ്മുടെ പായസം റെഡിയാകുന്നത്. അതുവരെ നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. അടിക്ക് പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. തിളച്ച് കുറുകി വരുമ്പോൾ ഇതിലേക്ക് വറുത്ത് വച്ചിരിക്കുന്ന കിസ്മിസും അണ്ടിപ്പരിപ്പും ബദാമും ചേർത്ത് ഇളക്കാവുന്നതാണ്. പിന്നെ 1 ടീസ്പൂൺ ഏലക്കാ പൊടിയും കൂടി ചേർക്കുക. അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. റെസിപ്പി ഇഷ്ടമായാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.